വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ വളരെ അത്യാവശ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമായി ചെയ്തിരിക്കേണ്ടതുമായ ചില പ്രൈവസി സെറ്റിങ്ങിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യതയാണ്. അത് നഷ്ടപ്പെടാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് സെറ്റിംഗ്സ് അറേഞ്ച് ചെയ്യാം? ഇതിനായി നമ്മൾ വാട്സപ്പ് സെറ്റിംഗ്സിലേക്ക് പോകേണ്ടതാണ്. ഇവിടെ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രൈവസി എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്ന് കാണാൻ സാധിക്കും. ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ വാട്സാപ്പിൽ വന്നതെന്നും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ഉണ്ടോ എന്നും മറ്റുള്ളവർ അറിയാതിരിക്കാൻ ഇത് സഹായിക്കും. ഇത് ക്ലിക്ക് ചെയ്ത ശേഷം എവരി വൺ, മൈ കോൺടാക്ട് എക്സെപ്റ്റ് നോബഡി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എവരി വൺ എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോൺ നമ്പർ ആരുടെ കയ്യിലൊക്കെ ഉണ്ടോ അവർക്ക് നമ്മൾ എപ്പോഴൊക്കെ വാട്സപ്പ് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് കാണാൻ സാധിക്കും. മൈ കോൺടാക്ട്സ് എന്ന് സെലക്ട് ചെയ്താൽ നമ്മുടെ കോൺടാക്ട്സിലുള്ളവർക്ക് മാത്രം നമ്മൾ എപ്പോഴാണ് അവസാനമായി വാട്സപ്പിൽ കയറി എന്നുള്ളത് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ കോൺടാക്ട്സിലുള്ള കുറച്ച് പേരെ നമ്മുടെ ലാസ്റ്റിൻ കാണാതാക്കണമെങ്കിൽ മൈ കോൺടാക്ട് എക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആരൊക്കെ നമ്മുടെ ലാസ്റ്റിൻ കാണണ്ട എന്നുള്ളത് അവരെ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവരൊഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ കോൺടാക്ട്സിലുള്ളവർക്ക് നമ്മൾ എപ്പോഴും അവസാനം വാട്സപ്പിൽ കയറി എന്നുള്ളത് കാണാൻ സാധിക്കും. പിന്നെ നോബഡി എന്നുള്ള ഓപ്ഷനാണ്. നോബഡി ക്ലിക്ക് ചെയ്താൽ നമ്മൾ എപ്പോഴാണ് അവസാനമായി കയറി എന്നുള്ളത് ആർക്കും കാണാൻ സാധിക്കില്ല. ഇനി ഐ എം ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴൊക്കെ വാട്സാപ്പിൽ ഉണ്ട്, നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടെന്ന് അറിയാൻ വേണ്ടി ഒരു ഓപ്ഷനാണ്. ഇതിൽ എവരി വൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ ആരുടെയിലൊക്കെ ഉണ്ടോ അവർക്കൊക്കെ നമ്മൾ ഓൺലൈൻ ഉണ്ടെന്നുള്ളത് കാണാൻ സാധിക്കും. അതെല്ലാം സെയിം ആസ് ലാസ്റ്റിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏത് ഓപ്ഷനെ കൊടുത്തേ ഇതിനും അത് പ്രാവർത്തികമാവും. ഇനി അടുത്താണ് പ്രൊഫൈൽ പിക്ചർ. നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആരൊക്കെ കാണണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇതിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. നോബഡി കൊടുത്താൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ആർക്കും കാണാൻ സാധിക്കില്ല. മൈ കോൺടാക്ട് എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോട്ടോ കാണുന്നതിൽ നിന്ന് തടയാം. അടുത്തത് മൈ കോൺടാക്ട്സ് ആണ്. ഈ മൈ കോൺടാക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട്സിലുള്ളവർക്ക് മാത്രമാണ് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഒരു ആളുടെ നമ്പർ സേവ് ചെയ്തിട്ട് മാത്രം അയാൾക്ക് മാത്രമാണ് നമ്മുടെ ഫോട്ടോ കാണിക്കുന്നത്. നമ്മുടെ നമ്പർ ഉണ്ടായാൽ അയാൾക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കില്ല. ഇനി സ്റ്റാറ്റസ്. നമ്മളെല്ലാവരും സ്റ്റാറ്റസ് ഇടുന്നവരല്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആരൊക്കെ കാണണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഓപ്ഷനാണ് സ്റ്റാറ്റസ് പ്രൈവസി. ഇതിൽ മൈ കോൺടാക്ട്സ് ഉണ്ട്, മൈ കോൺടാക്ട് എക്സെപ്റ്റ് ഉണ്ട്. നമുക്ക് ആരൊക്കെ നമ്മുടെ കോൺടാക്ട്സിൽ ഉള്ളവരാണെങ്കിൽ പോലും അവരൊന്നും കാണാതിരിക്കണം എന്നുണ്ടെങ്കിൽ മൈ കോൺടാക്ട് എക്സെപ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് അവരെ ഒഴിവാക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഒൺലി ഷെയർ വിത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആർക്കൊക്കെ കാണണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെയുള്ളത് അലോ ഷെയറിംഗ് എന്നുള്ള ഓപ്ഷനാണ്. നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ പലവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ, ഇനി അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഓപ്ഷൻ ഓൺ ആക്കിയിട്ടാൽ അവർക്ക് തന്നെ സ്വന്തമായി അതിൽ നിന്ന് ഷെയർ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി റീഡ് റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇത് ഓഫാക്കുന്നതിലൂടെ വേറൊരു വ്യക്തി നമുക്ക് അയച്ച മെസ്സേജ് നമ്മൾ വായിച്ചു എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പിന്നെ അടുത്ത് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആരൊക്കെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എവരി വൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ കിട്ടുന്ന ഒരാൾക്ക് നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ഇനി മൈ കോൺടാക്ട്സ് ആണെങ്കിൽ നമ്മൾ സേവ് ചെയ്ത ആൾക്കാർക്ക് മാത്രം നമ്മളെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി മൈ കോൺടാക്ട് എക്സെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പേരെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ കയറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് അവരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതിൽ നിന്ന്.